എല്ലാവർക്കും നമസ്കാരം. ഇലക്ഷൻ എല്ലാം കഴിഞ്ഞതിൻ്റെ റിസൾട്ട് ഇതാ ഈ 4-ാം തീയതി വരാൻ പോവുകയാണ്. അപ്പോൾ എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിച്ചു നമ്മുടെ കോൺഗ്രസ് ആണ് ഇപ്പോഴുള്ള ഭരണത്തോടുള്ള എതിർപ്പ് കാരണം കോൺഗ്രസ്സാണ് വരുന്നത് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസ്റ്റ് വന്നാലും ഒക്കെ കണക്കാം. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനി വരുന്ന 5 വർഷം ആരാണ് മുഖ്യമന്ത്രി നമുക്കറിയില്ല. കോൺഗ്രസ് ജയിച്ചതെങ്കിൽ എക്സിറ്റ് പോൾ പ്രകാരം കോൺഗ്രസിന് മുൻതൂക്കമുണ്ട്. അതുപോലെ കോൺഗ്രസ് ജയിച്ചതെങ്കിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ആയിരിക്കും. അത് പിന്നെ ആ കഥ അവിടെ കിടക്കട്ടെ, അതിന് അടിപിടിയാണ്, അതവിടെ കിടക്കട്ടെ. അങ്ങനെയെങ്കിൽ ഞാൻ അതാണെന്ന് പറയാൻ എനിക്കറിയില്ല. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് ജയിക്കുന്നതെങ്കിൽ അതിന് കാരണക്കാർ കമ്മ്യൂണിസ്റ്റ് ഇതുവരെ ഭരിച്ച കേമന്മാർ തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ കേമൻ ആരാന്ന് എല്ലാവർക്കും അറിയാം, ഏത് കുട്ടിക്കും അറിയാം. അങ്ങനെയെങ്കിൽ എനിക്കൊരു സഹാക്കളോട് അത് ദേഷ്യമേ തോന്നരുത്. അത് ഇപ്പോഴുള്ള ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വ്യക്തിപരമായോ രാഷ്ട്രീയപരമായോ ഒരു വിരോധമില്ലാതെ ഞാൻ പറയട്ടെ, പിന്നീട് ഒരു തിരിച്ചുവരവ് കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല. വന്നാൽ നിങ്ങൾക്ക് നല്ലത്, ഓക്കെ. എനിവേ, പിന്നെ ഇതിനെല്ലാം കാരണം എക്സിറ്റ് പോൾ പ്രകാരം നിങ്ങൾ തോറ്റുവെങ്കിൽ അതിനെല്ലാം കാരണം ഹിന്ദുക്കളുടെ മേലുള്ള, ഇനി ഹിന്ദുക്കളുടെ മാത്രമേ ഏത് ഭക്തരുടെയും ഏത് വിശ്വാസികളുടെയും മുകളിൽ കയറിയതിൻ്റെ ഫലമായിട്ടാണ് ഒരു 50% ശബരിമല പ്രശ്നം. ഒരു നേതാവായാലും ഏത് നേതാവായാലും, അതിനിപ്പോൾ ഹിന്ദുക്കൾ നേതാവായാലും മുസ്ലിം നേതാവായാലും ഒക്കെ ഹിന്ദുക്കളുടെ ദൈവത്തെക്കുറിച്ച് ഓരോന്ന് പറയല പണി. അന്ന് മുതലേ ഞാൻ കരുതി വെച്ചതാണ്. ഒരുത്തൻ അന്ന് തൃശ്ശൂർ സീതയും രാമനെയും ഒക്കെ കുറിച്ച് പറഞ്ഞു. ഒരുത്തൻ ഗണപതിയെക്കുറിച്ച്, അയ്യപ്പൻ്റെ അമ്പലം, അയ്യപ്പനെക്കുറിച്ച്, അവിടെ കാണുന്നതാണോ കൃഷ്ണൻ്റെ രൂപം? പരിഹാസത്തോടു കൂടി നിങ്ങൾ നിന്ദിച്ചതിൻ്റെ ഫലമായി നിങ്ങൾക്ക് കിട്ടിയതാണ്. ഇനി ഇൻ കേസ് നിങ്ങൾ എക്സിറ്റ് പോളുകൾ തിരുത്തി വിജയിച്ചുവെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് നിങ്ങളുടെ കഴിവെന്ന് പറയാം. പക്ഷേ അപ്പോഴും ഇനിയിപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഞാൻ ആഗ്രഹിക്കുന്നു കേരളം നല്ല രീതിയിൽ, ഇന്ത്യ നല്ല രീതിയിൽ വളരണമെന്ന്. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു അതാണ് യാഥാർത്ഥ്യവും. ഇനി വരുന്ന ആര് ഭരിച്ചാലും, ഇപ്പോൾ ഭരണ തുടർച്ചയുണ്ടായാലും, ഇനി അടുത്ത നിങ്ങൾ പറഞ്ഞ പോലെ കോൺഗ്രസ് വരുന്നതെങ്കിൽ അവർ ഭരിച്ചാലും വരുന്ന ഭരണം വളരെ ദുർഘടമായിരിക്കും. കാരണം ഭരിച്ച് മുടിച്ചു വെച്ചിരിക്കുന്നു. ഭരിക്കാൻ പോകുന്നത് ആരാന്ന് നമുക്കറിയാലോ. കുറേ ഭരിച്ചത്, ഇന്ത്യ തന്നെ കുറേ ഭരിച്ചത്. എന്നിട്ട് എന്തായി? ഭാഗ്യത്തിന് ഇന്ത്യ 10 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഇപ്പോഴുള്ള കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തു. അതുകൊണ്ട് ഇന്ത്യ രക്ഷപ്പെട്ടു. രാഷ്ട്രങ്ങളുടെ മുന്നിൽ മറ്റുള്ള എന്തിനധികം ഈ ഭാരതം എന്ന ഈ നമ്മുടെ പൊന്നു ഭാരതം അത് വളരെ വളരെ ഉയർന്ന നിലയിൽ കാണപ്പെട്ടു. അതിന് കാരണം ഈ ഭരിച്ചു മുടിച്ചവരിൽ നിന്ന് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ തിരിച്ചു പിടിച്ചതുകൊണ്ടാണ്. അത് യാഥാർത്ഥ്യമാണ്. അതുപോലെ ഈ 5 വർഷം തികച്ചെങ്കിൽ, അടുത്ത 5 വർഷം തികച്ചെങ്കിൽ ഉറപ്പാണ്, ഇപ്പോൾ തന്നെ എനിക്ക് ഒരു 15% സാധ്യതയുണ്ട് മൂക്കയർ BJPക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്രാവശ്യം വന്നില്ലെങ്കിൽ, മൂക്കയർ പൂർണ്ണമായി വന്നില്ലെങ്കിൽ, മൂക്കയർ എന്നല്ല, ആരെവിടെ ഇരിക്കണം, എങ്ങനെ ഭരിക്കണം അല്ല, ചിലപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഈ 5 വർഷത്തിന് ശേഷം, 5 വർഷം തികച്ചെങ്കിൽ 5 വർഷത്തിന് ശേഷം ഇന്ത്യ ഇപ്പോൾ ആരാണോ ഭരിക്കുന്നത്, കേന്ദ്രം ആരാണോ ഭരിക്കുന്നത്, അത് കേരളത്തിലേക്കും എത്തും. ഇത് ഞാൻ BJPക്കാരനായതുകൊണ്ടല്ല. ഞാൻ BJPക്കാരനാണ് എന്ന് പറയാനോ എനിക്ക് ഒരു മടിയുമില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കോൺഗ്രസ്സുകാരായിരുന്നു. അപ്പോൾ കോൺഗ്രസിനോടായിരുന്നു ഇഷ്ടം. അപ്പോൾ BJP പറഞ്ഞ വലിയ താല്പര്യമില്ല. പക്ഷെ നമ്മളെല്ലാം വോട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അപ്പോഴും BJP പറയൊരു മടിയുണ്ടെങ്കിൽ
ഇപ്പൊ അഭിമാനമാണ്. കാരണം എന്താണെന്നറിയാമോ? നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് ഭാരതത്തെ നല്ലൊരു ഉയർന്ന നിലയിൽ എത്തിച്ചത് ഇന്ന് നമ്മുടെ BJP തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ആവർത്തിക്കുന്നു, നമ്മുടെ ഭാരതത്തിൽ നിന്നും നമ്മുടെ സഖാക്കൾക്ക് വിഷമമുണ്ടാകാൻ കാരണം വീണ്ടും 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 ഓർമ്മിക്കുന്നു, ശബരിമല പ്രശ്നത്തിൽ കളവിന് മുന്നേ എന്തുണ്ടായേ? ഏതൊക്കെ സ്ത്രീകളായിരുന്നു കയറിയത്? കോടതി വിധി നടപ്പാക്കാൻ എന്തായിരുന്നു നമ്മുടെ മേനോന് ആഗ്രഹം? അതിന് മുന്നേ ആ സമയത്ത് എനിക്ക് ഓർമ്മ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ കോടതി വിധി നടപ്പാക്കാൻ തയ്യാറായില്ല. ഇത് തന്നെ അതും കയറ്റിയത് ആരാ? ഏത് സ്ത്രീകളെ? മനസ്സിലായോ? ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറണമെന്നില്ല. അതായത് 10 വരെ വയസ്സുള്ളവർക്കും പിന്നെ 50-55 ശേഷമുള്ളവർക്കും കയറണമെന്ന് ഭക്തരായ അവർക്കറിയാം. അതിൽ നിങ്ങൾ ഈ നിരീശ്വരവാദികളൊന്നും കിടന്ന് കളിക്കണ്ട. കക്കാൻ നോക്കി കട്ടുമുടിച്ച നിങ്ങളാണോ അതൊക്കെ പറയുന്നത്? കണ്ണനെ കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുത്തൻ കണ്ണന്റെ അമ്പലത്തിലേക്ക് നോക്കി അവിടെയാണോ കൃഷ്ണൻ? ജനങ്ങൾ പൊട്ടന്മാരെന്നല്ല, കുറെ പൊട്ടന്മാരുണ്ട്, ഹിന്ദുക്കളിൽ കുറെ പൊട്ടന്മാരുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നത്. പക്ഷെ ഇപ്പൊ മാറി ചിന്തിച്ചു, മനസ്സിലായോ? അതുകൊണ്ട് എക്സിറ്റ് പോൾ എന്തായാലും അതങ്ങനെ നടക്കട്ടെ. അതിന് സ്വാഗതം, എക്സിറ്റ് പോളിനെ സ്വാഗതം ചെയ്യുന്നല്ല പറഞ്ഞത്, വരുന്ന ഇലക്ഷന്റെ റിസൾട്ടിനെ അത് ആരായാലും, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും സ്വാഗതം ചെയ്യുന്നു. കാരണം അത് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. പക്ഷെ ഈ അവസ്ഥ ഉണ്ടാക്കിയതിൽ നിങ്ങൾക്കൊക്കെ പങ്കുണ്ട്. ഇനി കോൺഗ്രസ് ആണ് മുഖ്യമന്ത്രി ആകുന്നതെങ്കിൽ അതിന് പൊരിഞ്ഞടിപിടിയാ. കേരളത്തിന്റെ അവസ്ഥ എന്താവുക അറിയില്ല. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചതില് ബാറുകൾ ഫുള്ളായി തുറക്കും. ബാറുകളൊക്കെ തുറക്കുന്നത് ഈ കുടിയന്മാരൊക്കെ ഇഷ്ടമുള്ളൂ. ഇപ്പൊ കുടിയാത്തവരാരുമില്ല. എന്നിരുന്നാലും കുടിക്കുന്നവർക്ക് അത് വളരെ ഇഷ്ടമാണ്. പക്ഷേ അവരുടെ വീട്ടുകാരെ വോട്ട് ചെയ്യുന്നത്, മനസ്സിലായോ? അതുപോലെ മാന്യന്മാരെ വോട്ട് ചെയ്യുന്നുണ്ട്. കുടിക്കുന്നവർ മാന്യന്മാരല്ല എന്നല്ല കേട്ടോ. കുടിക്കുന്നവർ 100%, ഒരു 80% മാന്യന്മാരാണ്, മനസ്സിലായോ? 10%, 20% മോശമുള്ളൂ. അപ്പോൾ പക്ഷേ ഉണ്ടല്ലോ, ഈ ബാർ തുറന്ന് വെക്കുക, എപ്പോഴും തുറന്നു വെക്കുന്ന നല്ല മാന്യതയല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കയ്യിലിരിപ്പ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതാണ്. ഇനി അല്ല അക്സെപ്റ്റബിൾ തിരുത്തിച്ച് ഓക്കെ, എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം ഉറപ്പാണ്, മൂക്കയർ പിടിക്കാൻ പുതിയൊരു പാർട്ടി വരും. പുതിയ പാർട്ടിയല്ല, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കഴിഞ്ഞ ആരാണോ ഇവിടെ കേരളത്തെ കാര്യം പറഞ്ഞത്, കേന്ദ്രത്തിൽ ആരാ? കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, നമ്മുടെ പാർട്ടിയല്ലേ? അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ കാണാം.